ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ടുണ്ട്. നമ്മളൊരു പോളി കാർബൺ വർക്കാണ്. കുറച്ച് വർക്കിനെ തിരക്കിലായി പോയി, അതാണ് വീഡിയോസ് ഒന്നും പതിവ് കാണാത്തത്. അപ്പോൾ പോളി കാർബൺ സെറ്റാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ആംഗിൾ അടിച്ച് ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ റാഫ്റ്റർ നമ്മൾ താഴെ തന്നെ സെറ്റാക്കി വെക്കും, എന്നിട്ടാണ് മുകളിലേക്ക് കയറ്റാറ്. ഓൾറെഡി പ്ലേറ്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യത്തെ ഇതിൽ കണ്ടിട്ടുണ്ടാവും. പ്ലേറ്റ് ഒക്കെ അടിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇടക്കഴുക്കോല് പിന്നെ നമ്മൾ സെറ്റാക്കിയത് ഇപ്പോൾ വീട്ടിൽ കാണുന്ന പോലെ. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ നീളത്തിൽ അടിച്ച് വെൽഡിങ് അടിച്ച് സെറ്റാക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ്. ഇത് 13 അടി 7 അടിയിൽ വരുന്ന 7 അടീൻ്റെ ഒറ്റ ഷീറ്റാണ്. 13 അടി നീളത്തിൽ 7 അടിയിൽ. അപ്പോൾ ചെറിയൊരു കാർ പോർച്ച്, ഒരു കാറ് നിർത്താൻ പറ്റില്ല. അവർക്ക് 3Dയിലുള്ള മോഡലിൽ ക്ലയൻറ്റ് പറഞ്ഞോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. 3D മോഡൽ അങ്ങനെ ഉണ്ടായിരുന്നത്. അവർക്ക് ആ ജനൽ കവർ ചെയ്യുക, പിന്നെ അവിടെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ആ ഷെയ്ഡിന് മാച്ച് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വേണമെന്നുള്ള ഇതിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ 2mm ക്രിസ്റ്റൽ, ലോട്ടസിന്റെ ക്രിസ്റ്റലാണ് എടുത്തിട്ടുള്ളത്, പോളികാർബൺ. 3mm കോസ്റ്റ് കുറക്കാൻ വേണ്ടി എടുത്തതാണ്. കോസ്റ്റ് അധികം കൂട്ടണ്ടെന്നുള്ള ഇതില് വലിയ വ്യത്യാസമുണ്ട് 2mm 3mm വരുമ്പോൾ, അതുകൊണ്ടാണ് 2mm എടുത്തത്. ഇത് കാൻഡിലിവർ ടൈപ്പാണ് ആക്കിയത്. കാൻഡിലിവർ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാൻഡിലിവർ കൊടുത്തിട്ടുള്ളത്. തൂണൊക്കെ എടുത്ത് ഫൈനൽ ലുക്ക് ഏകദേശം ഇതുപോലെയുണ്ട്. പോളികാർബൺ വർക്ക് ഫിനിഷായി കഴിഞ്ഞാൽ വർത്തിൻ്റെ ഒരു ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ആ പോളികാർബൺ കൂടി വന്ന് വരുമ്പോൾ ലുക്ക്. അപ്പോൾ ഇതാണ് പോളികാർബണിന്റെ ഫൈനൽ ലുക്ക്, പോളികാർബൺ വർക്ക് ചെയ്ത വർക്കിന്റെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.